ജണിക്കാ നമ്മുടെ ഇപ്പോൾ ഈ ദ്വീപ് ആൻഡമാൻ ദ്വീപ് അതിന്റെ പ്രധാന ഒരു ഭരണാധികാരി എന്നുള്ളത് നമുക്കറിയാം ലെഫ്റ്റനന്റ് ഗവർണർ ആണ് അല്ലേ? അപ്പൊ ആരുണ്ടായപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ടൂറിസം വന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും പുരോഗതി ഉണ്ടായത്? എന്നുവെച്ചാൽ ഇത് ഇതിനെ പറ്റി പറഞ്ഞാൽ നല്ല ഒരു സംഭവം പറഞ്ഞാലേ ഇത് 1990s 91, 92, 93 ഇങ്ങനെ എക്സാക്ട് ഞാൻ പറയാൻ പറ്റൂല. ഒരു 3 കൊല്ലത്തിന് ഈ കേരളത്തിൽ നിന്ന് വക്കം പുരുഷോത്തമൻ പറഞ്ഞ ഒരാൾ നല്ലൊരു പൊളിറ്റീഷ്യനായിരുന്നു. അന്ന് അയാളെ ഇവിടെ ഒരു ലെഫ്റ്റനന്റ് ഗവർണറാക്കി ഈ അന്തമാനില്. കേരളത്തിൽ നിന്ന് വന്ന ആളാണ് ഇവിടെ. കേരളത്തിൽ നിന്ന് കേരളക്കാരനാണ് ഇവിടെ പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ മുമ്പ് ഈ അന്തമാൻ അറിയും ബസ് അത്രേ ഉള്ളൂ. മറ്റേ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഓർമ്മ വരുന്നത് വക്കം പുരുഷോത്തമൻ. അയാളെ മാതിരി ഒരു നല്ല ലെഫ്റ്റനന്റ് ഗവർണർ ഇവിടെ വന്നിട്ടില്ല. ഈ അന്തമാൻ മൊത്തം ടൂറിസം പ്ലേസ് ഇന്ന് കാണുന്നത് എല്ലാം അയാൾ ചെയ്തതാണ്. ഇന്നിപ്പോ ഡൽഹിക്കാരും അതേപോലെ തന്നെ കൊൽക്കത്തക്കാർ പല ആളുകൾ ബംഗാൾ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ട്, ആർമിന്നൊക്കെ ഉണ്ട്. അയാൾ ചെയ്തത് തുടർന്നു ബസ് അത്രേ ഉള്ളൂ. ഇന്ന് ഈ ഹാവ്ലോക്ക് ആയിക്കോട്ടെ, ചിടിയാട്ടാപ്പു ആയിക്കോട്ടെ, ഏതെല്ലാം ബീച്ചസ് ഉണ്ട്, പോർട്ട് ബ്ലെയർ വാട്ടർ സ്പോർട്സ് എല്ലാം അയാൾ ചെയ്തതാണ്. അയാൾ ഇന്ന് പോർട്ട് ബ്ലെയർ തന്നെ അറിയപ്പെട്ട് അയാൾ വന്നിട്ടാണ് ഒരു നല്ലൊരു സിറ്റി ആയിട്ട്. എങ്കിലും അയാളെ മാതിരി ഇവിടെ ആരും ചെയ്തിട്ടില്ല. അയാളാണ് ഇന്ന് ഇത് വേൾഡിൽ ഫേമസ് ആക്കിയത്. ഇത് വക്കം പുരുഷോത്തമനും അതിലൂടെ എന്താ ഇത് ഒരു മലയാളീസിന്റെ കഴിവാണ് ഇത്. ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവിടെ പല കുട്ടികൾക്കും പല ആളുകൾക്കും പല ജനറേഷൻ ആളുകൾക്ക് വക്കം പുരുഷോത്തമൻ അറിയാം, ലെഫ്റ്റനന്റ് ഗവർണർ. അപ്പൊ ഈ നിലവിലുള്ള ആളുകൾ പോലും പല ആളുകൾ അറിയില്ല. കാരണം അവര് വരിക, അവര് പോവുക, ഇത്രേ ഉള്ളൂ. അത് ആർമിത്തെ ജനറൽ പോലെ ഉള്ള ആൾക്കാർ റിട്ടയർഡ് ആകുക, ഇവിടെ വരിക, റെസ്റ്റ് എടുക്കുക, പോവുക. ഹെവ്ലോക്ക് അല്ല, പർട്ടിക്കുലർ ആ പോർട്ട് ബ്ലെയറിൽ അവരെ. പക്ഷെ ഈ നാടിനെ ഒരു വേൾഡ് ടൂറിസ്റ്റ് ആക്കണം, അതുപോലെ തന്നെ ഈ വേൾഡിൽ അറിയിക്കണം പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വക്കം പുരുഷോത്തമൻ സാറാണല്ലേ ചെയ്തു വെച്ചതാണ്. ഇന്നും അയാളാണ് ഇതെല്ലാം ചെയ്തു പോയത്. ഇപ്പോൾ ഇതിലൊന്നും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം, കാരണം ഒരുപാട് ലെഫ്റ്റനന്റ് ഗവർണർമാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കേരളക്കാരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു അഭിമാനം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് വക്കം പുരുഷോത്തമൻ അല്ലേ, നമ്മ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കഴിവാണ് അയാൾ കാണിച്ചത്. പൊളിറ്റീഷ്യനായിട്ട് അയാൾ അത്ര നല്ല കാര്യമാണ് ചെയ്തത്. കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം അല്ലേ? കോൺഗ്രസിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി ഇവിടെ ഇപ്പോൾ നിലവിൽ BJP ആണ്. പക്ഷെ എങ്കിൽ പോലും ഏത് സമയത്തും വക്കം പുരുഷോത്തമൻ എന്ന് പറയുന്ന മഹാപ്രതിഭയെ ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട്. കാരണം ഇന്ന് ഇത്ര ജനറേഷൻ ഇവിടെ സർക്കാർ ജോലി കുറവാണ്. എങ്കിലും ഇത്ര ഇവിടെ ജനറേഷൻ പുതിയ മക്കൾക്കെല്ലാം ഒരു ജോലി മാതിരി ഇവിടെ ഒരു ജോലി എന്ന് പറയാം. കാരണം ടൂറിസം ഡെവലപ്പായ അത്ര ആൾക്ക് ജോലി കിട്ടും, വണ്ടിയായിട്ടും അതായിട്ടും ഇതായിട്ടും. ഇങ്ങനെ ഇതിൻ്റെ ഒക്കെ കാരണം അയാളെ. അല്ലെങ്കിൽ ഈ അന്തമാനെ ആരും അറിയില്ല. അറിയും, മാപ്പിലുണ്ടാവും, പക്ഷെ ആരും അറിയപ്പെടില്ല. അത്ര നല്ല കാര്യമാണ് അയാൾ ചെയ്തു പോയത്. എനിക്ക് അത്ര അറിവില്ല, എങ്കിലും അയാൾ ഇപ്പോൾ മരണപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമോ 8 മാസമോ അത്രേ ഉള്ളൂ തോന്നുന്നു ഞാൻ കേട്ടത്. എനിക്ക് അത്ര 100% വിവരമല്ല അതിനെപ്പറ്റി. എങ്കിലും അയാൾ മരിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഒരു വർഷത്തിന്റെ അകത്ത് എന്തോ ആണ്. നല്ല അയാളെ എപ്പോഴും എല്ലാവരും ഓർക്കും. നിലവിൽ ആർക്കും വക്കം പുരുഷോത്തമനെ അറിയുന്നുണ്ട്. അത് എന്താണ്, ഇവിടെ വരുമ്പോഴും കേരളക്കാർക്കും തന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പ്രൗഡുണ്ട് കേരളക്കാരെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക്. അല്ലേ? ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.